ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലല്ലേ? ശരി, ഓക്കെ. മൈ ഫോർമൽ ചബ്ബി ഗേൾ. ഓക്കെ, നമുക്ക് സ്റ്റോറിക്ക് പോയാൽ പിന്നെ അറിയും. അതെ, ഫോർമൽ ചെന്ന അവർ ഡ്രസ് ലുക്ക്, ഫോർമൽ ചെല്ലും. അത് മാത്രമല്ല ഇതിൽ ഫോർമൽ ആയിട്ട് ഹീറോ എപ്പോഴും ഫോർമൽ ആയിട്ടുണ്ടാവും ഡ്രസ് സ്റ്റൈലിങ്. നമ്മളെ ജങ്കുക്ക് ഒരു ഐഡലാണ്. ഹീറോ ട്രഡീഷണൽ ഡ്രസ്സ് എപ്പോഴും യൂസ് ചെയ്യും. അത് മാത്രമല്ല വെളിയിൽ പോകുമ്പോൾ കുറച്ച് ഫോർമൽ ഡ്രസ്സ് യൂസ് ചെയ്യും. അത് മാത്രമല്ല നമ്മൾ ചബ്ബികൾ ക്യൂട്ടായിട്ടുണ്ട്. മുസ്ലിംകളിലാണ്. പേര് ഫാത്തിമ. നമ്മളെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ജങ്കുക്ക് പറഞ്ഞ നമ്മളെ ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല അവളെ ഹസ്ബൻഡ് റൂമിലെല്ലാം ജങ്കുക്കിന് ഫോട്ടോ, PTS മെമ്പർ ഫോട്ടോ. ഹീറോയിൻ്റെ റൂം പറഞ്ഞ ഒരു സീക്രട്ട് റൂമാണ്. അതെ, ഹീറോയ്ക്ക് പറഞ്ഞ ബെഡ്റൂം പറഞ്ഞ 2 ബെഡ്റൂമുണ്ട്. ആ റൂമിൽ ഒരു ബെഡ്റൂമും സീക്രട്ട് റൂമും ഉണ്ടാവും. അത് വലിയ വീടാണ്. അത് ഹീറോയ്ക്ക് ഹീറോയുടെ ചേട്ടന് വലിയ വീട് കെട്ടി. അവർ വലിയ വീട് കെട്ടിയായിരുന്നു. ഹീറോയ്ക്ക് കേട്ടായിരുന്നു, ചേട്ടാ എനിക്ക് ബെഡ്റൂം പറഞ്ഞ 2 ബെഡ്റൂം ഉള്ളത് ചെയ്യണം, ഡിസൈൻ ഹീറോയി പറഞ്ഞു കൊടുത്തു. ആ റൂമാണ് ഹീറോയി മെയ്യത്. അതാണ് ഹീറോയി ആ പ്ലേസ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയുടെ ചേട്ടനൊക്കെ അതേമാതിരി ചെയ്തിട്ടുണ്ട്. ഹീറോയ്ക്കും അതേമാതിരി ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ശരി ഓക്കെ നിനക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടാ, ശരി ഓക്കെ റൂം 2 ബെഡ്റൂം എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു ഹീറോയ്ക്ക്. ആ റൂം മാത്രമേ ഹീറോയുടെ ചേട്ടനിക്ക് ഹീറോയ്ക്ക് മാത്രം അറിയും, മറ്റാർക്കും അറിയില്ല ആ റൂം. അത് മാത്രമേ ഹീറോയുടെ സീക്രട്ട് റൂം. അതിൽ ഫുള്ള് ജങ്കുക്കിൻ്റെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഹീറോയ്ക്ക് ജങ്കുക്ക് പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ഹസ്ബൻഡ് ജങ്കുക്കിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ ഹീറോയിൻ്റെ ഡാഡി മമ്മി പറഞ്ഞ ഹീറോയിന് നല്ല പടി പറയായിരുന്നു. ഭയങ്കര ടോർച്ചറാണ്. ചേട്ടൻ പറഞ്ഞ ഫ്രണ്ട് ടൈപ്പാണ്. ഹീറോയ്ക്ക് ജങ്കുക്കിനെ ഇഷ്ടമാണ്. ഹീറോയുടെ ചേട്ടനിക്ക് അറിയും. അതുമാത്രമല്ല ചേട്ടൻ പറയുന്നു വിഷമിക്കണ്ടടി, അതൊന്നും ശരിയാവില്ലടി, അതെങ്ങടി ശരിയാവും എന്ന് പറഞ്ഞ് ഹീറോയെ സമാധാനമാക്കായിരുന്നു. അതെ, ഹീറോയിൻ്റെ സീക്രട്ട് റൂം പറഞ്ഞ ഒരു ഡോറുണ്ട് വെളിയിൽ പോകാൻ. അതുമാത്രം ഹീറോ ചേട്ടൻ റൂമുക്ക് സെറ്റാണ് ആ റൂം ഡോറ്. അത് 2 പേര് പറഞ്ഞ അവർക്കൊരു റൂമുണ്ട്. അത് റൂം പറഞ്ഞാൽ അതിനൊരു റൂമുണ്ട്. ആ റൂമിലാണ് സീക്രട്ട് റൂം. ആ റൂം കഴിഞ്ഞ് സീക്രട്ട് റൂം തുറന്ന് കഴിഞ്ഞ് പോയാൽ പിന്നെ ഹീറോയുടെ ചേട്ടൻ്റെ പിന്നെ ബെഡ്റൂമുള്ള ആ റൂം കഴിഞ്ഞാൽ പിന്നെ ആണ് ഹീറോയി പറയായിരുന്നു, ചേട്ടാ എനിക്ക് ജങ്കുക്കിനെ കാണണം, അവർ ഇന്ത്യക്ക് വരാൻ പോവാ ചേട്ടാ, പ്ലീസ് ചേട്ടാ എന്നെ പറയാൻ നമ്മളെ ഫാത്തിമ. അത് കേട്ട് ഹീറോയിൻ്റെ ചേട്ടൻ പറയായിരുന്നു, മോളെ നീ ജങ്കുക്കിനെ കാണുന്നു എന്നിട്ട് ആഗ്രഹിച്ച ഞാൻ എന്താ ചെയ്യുക, പറഞ്ഞേക്കുമാ ചേട്ടാ, പ്ലീസ് ചേട്ടാ എനിക്ക് കൊറിയൻ ഫേമസ് ആക്ടർ മിയനെ കാട്ടിത്തരാം ചേട്ടാ, പ്ലീസ്. മിയാണോ? ശരി, നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയായിരുന്നു. അതെ, ഹീറോയുടെ ചേട്ടൻ എനിക്ക് കൊറിയൻ ആക്ടർ മാത്രമല്ല ഒരു മോഡലാണ്. അത് മാത്രമല്ല നിറയെ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല മിയ എന്ന് പറഞ്ഞ നമ്മളെ ഹീറോയുടെ ചേട്ടനിക്ക് കണ്ണ് സെറ്റിലാവും മാതിരി. മിയ പറഞ്ഞ ബിസിനസ്മാൻ്റെ മകളാണ്. മൂവി എന്ന ചൈൽഡ്സ് മൂവി അഭിനയിച്ചിട്ടുണ്ട് മിയ. നിറയെ മൂവീസ് പറഞ്ഞ ചൈൽഡ്സ് മൂവിയിൽ മിയ നന്നായിട്ട് അഭിനയിച്ചു. അത് മാത്രമല്ല ബിസിനസ്മാൻ്റെ മകളാണ്. നിറയെ മൂവിയിൽ പറഞ്ഞ കാർട്ടൂൺസ് എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് മിയ. അത് മാത്രമല്ല മിയ പറഞ്ഞ മൂവി പറഞ്ഞ സിസ്റ്റർ അനിയത്തിയായിട്ട് ക്യാരക്ടർ ഫ്രണ്ട് ടൈപ്പെല്ലാം അഭിനയിക്കും മിയ. അത് മാത്രമല്ല മിയ പറഞ്ഞ നല്ല ക്യൂട്ട് ഗേളാണ്. അത് മാത്രം നല്ല ഫ്രണ്ട് ടൈപ്പാണ്. മിയ പറഞ്ഞ ബിസിനസ്മാൻ്റെ ഒരേ ഒരു മകളാണ് മിയക്ക് ചേർത്ത് 3 ചേട്ടന്മാരുണ്ട് മിയക്ക്. ഓക്കെ, നമുക്ക് പോയവനെ നോക്കാം. ഹീറോയെ പറയണം, പ്ലീസ് ചേട്ടാ എനിക്ക് കളിച്ചു. ശരി ഓക്കെ എനിക്ക് കളിച്ചാൽ എനിക്ക് മിയാനെ കാട്ടി തീർന്നോ? ഓക്കെ ചേട്ടാ, മിയുള്ള പ്ലേസ് എനിക്ക് അറിയൂടി, പ്ലീസ് ഈ മിയാനോട് ഫ്രണ്ട് പിടിച്ചിട്ട് എനിക്ക് കറക്റ്റ് ചെയ്യണം, പ്ലീസ് അതാ പറയാറ്. ശരി ചേട്ടാ, ഫസ്റ്റ് എനിക്ക് ജങ്കുക്കിന് കാട്ടിത്താ, അതിന് വേണ്ടി നിനക്ക് ചെയ്തു തരാം. ശരി ജങ്കുക്കിനെ കാണാൻ വേണ്ടി ഹീറോയുടെ ചേട്ടൻ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ ഒരു ബിസിനസ്മാൻ. അത് മാത്രമല്ല ബിസിനസ്മാൻ പറഞ്ഞ ഒരു CEO ആണ് കമ്പനി. ഹീറോയിൻ്റെ ചേട്ടൻ സ്വന്തം കമ്പനി റൺ ചെയ്ത് ഒരു ബിസിനസ്മാൻ ആയിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നു, ശരി ഓക്കെ വാടി നമ്മൾ പോവാ എന്ന് പറഞ്ഞ്. ചേട്ടാ മണി 10 എത്ര എടി, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും ഞാൻ ഫുഡിലേ ഓർക്കിൻ്റെ ടാബ്ലറ്റ് കളിക്കി കൊടുത്തിട്ടുണ്ട്, അവരെല്ലാം ഉറങ്ങുന്നു വാ എന്ന് പറഞ്ഞ് വലിയ രാത്രിയായിരുന്നു. വണ്ടി സൗണ്ട് ഉണ്ടാക്കാതെ അവിടുത്തെ വാച്ച്മാൻ, സാർ എവിടേക്കാ സാർ പോന്നേ? എന്താടാ? ഇല്ല സാർ, അയ്യോ നിൻ്റെ കട ഞാനേ മേടിച്ചു പോയി എന്ന് പറഞ്ഞു ഹീറോ ചേട്ടൻ പറയായിരുന്നു. സാർ എവിടേക്കാ? ആരോട് പറയണ്ട, ശമ്പളം സാർ, എന്തിന് ശമ്പളം സാർ? ഞാൻ എൻ്റെ അനിയത്തി കൂടെ കുറച്ചൊക്കെ ഇറങ്ങിയിട്ട് വരാൻ പോവാം, ഇത് കാര്യം പറഞ്ഞാൽ നിന്റെ ജോലി പോവും. സോറി സാർ പറയല്ല എന്ന് പറഞ്ഞു വാച്ച്മാൻ മിണ്ടാതിരുന്നു. നോക്കിക്കോളാം വീട്ടിൽ ആര് വരുന്നു അവർ പറയണം, മനസ്സിലായോ? ശരി സാർ, ഡോർ തുറക്കാൻ പറ്റില്ല, മനസ്സിലായോ? ശരി സാർ, ഞാൻ കോൾ ചെയ്യും അപ്പം എടുക്കണം. ശരി സാർ എന്ന് പറയാം. വരുന്നേ? ശരി സാർ, എല്ലാം ശരി എന്താ ശരി സാർ, ഓക്കെ സാർ എന്ന് പറയായിരുന്നു.
അങ്ങനെയായിട്ട് ബൈക്കിന് പോവാ. അവർ രണ്ടുപേരും ബൈക്ക് എടുത്തിട്ട് പോവാന്നൊക്കെ ആയിരുന്നു. ഹീറോ പറയുന്നത് ചേട്ടാ ബൈക്ക് വേണ്ട ചേട്ടാ, കാറിൽ പോവാ. ശരി കാറിൽ പോവാ എന്ന് പറഞ്ഞ് കാർ ഓട്ടിയാണ് പോയായിരുന്നു. അങ്ങനെ കാർ ഓട്ടി പോകുമ്പോൾ ഹീറോയിൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് റെഡി ആയിട്ട് പോയായിരുന്നു. അത് വീട്ടിൽ എല്ലാവരും വേറെ പോകുന്നതാണ്. ഹീറോയുടെ ചേട്ടനും പറഞ്ഞ എല്ലാം ഫസ്റ്റ് സീറ്റാണ് മേയിട്ടുണ്ടായിരുന്നു. അവിടെ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും വേറെ നാൾ വന്നില്ല. ഹീറോ ജങ്കുക്കിന് എവിടെയാണ് ലാസ്റ്റ് ജങ്കുക്ക് വന്നായിരുന്നു. ഹീറോ ചങ്കുക്ക് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് തുള്ള തുടങ്ങിയായിരുന്നു. ഹീറോയുടെ ചേട്ടൻ തലക്കൈ വെച്ചായിരുന്നു. അയ്യോ എല്ലാ ഗേൾസാണ്. മച്ചാ മച്ചാ ഇത് എവിടത്തോ കേട്ട വോയിസ് അല്ലടാ, കേട്ട വോയിസ് അല്ലേ എന്ന് തിരിഞ്ഞു നോക്കുക. ഹീറോയുടെ ചേട്ടൻ്റെ ഫ്രണ്ടാ. മച്ചാ ഇങ്ങോട്ട് നോക്കടാ എന്നൊരു വോയിസ് കേൾക്കാം. തിരിഞ്ഞു ഷോക്ക് നെട്ടി. മച്ചാ ഇങ്ങോട്ട് നോക്കടാ എന്നൊരു വോയിസ്. ഷാക്കൻ എന്താടാ നിങ്ങൾ ഇത്ര പേര് എന്ത് ചെയ്യാ, ഇങ്ങോട്ട് നോക്കടാ നമ്മൾ അനിയത്തി വെച്ച് ടോർച്ച് ചെയ്യടാ എന്ന് പറഞ്ഞ് കരയായിരുന്നു. എത്ര പേര്? 3 പേരാ? 3 പേരാണ്. ഈ ചേട്ടൻ 3 പേര് ഫ്രണ്ട്സ്. അതെ പിന്നെ എന്നൊരു അതെ 3 പേര് ഫ്രണ്ട്സ് ഭയങ്കര ടോർച്ചറാ. മച്ചാ എന്നെ വെച്ച് ടോർച്ച് ചെയ്യുന്നടാ ടോട്ടൽ പറഞ്ഞ ഹീറോയുടെ ചേട്ടൻ ഫ്രണ്ട്സ് പറയായിരുന്നു. എന്താടാ പ്രശ്നം, ഇവ വെച്ച് ടോർച്ചറാ നമ്മൾ അനിയത്തി എന്ത് ചെയ്യാ എന്ന് പറഞ്ഞ് കയറിയായിരുന്നു. ശരിടാ വിഷമിക്കടാ വാ പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കണ്ടായിരുന്നു. ജങ്കുക്ക് പാട്ടി പാടി ഡാൻസ് കളിക്കായിരുന്നു. അങ്ങനെ ഡാൻസ് കളിച്ചിട്ട് വരായിട്ട് കുറച്ചൊക്കെ ഇരുട്ടായി പിന്നെ ജങ്കുക്ക് മീറ്റഡ് വരുന്ന ഒരു ഇതിൽ അത് പിടിച്ച് കയറി ഒരു പാട്ട് പാടി സീനിൽ വരായിരുന്നു. ജങ്കുക്കിൻ്റെ കോസ്റ്റ്യൂം പെട്ടെന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കോസ്റ്റ്യൂം ചേഞ്ച് ആയിരുന്നു ജങ്കുക്കിൻ്റെ. അത് വൈറ്റ് ഡ്രസ്സ് ഇട്ടായിരുന്നു, ഫുൾ കവർ മതി. അത് കോട്ട് അത് കഴിച്ചൊരു ബ്ലാക്ക് ഡ്രസ്സ് വന്നായിരുന്നു. ജങ്കുക്ക് പാട്ട് നന്ന സൂപ്പറായിട്ട് ഡാൻസ് പാട്ട് പാടി. ഹീറോയിൻ ഫ്ലാറ്റായിരുന്നു മൊത്തത്തിലായിട്ട്. അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ട്സും അത് തന്നെ. അതേ ഹീറോയിൻ്റെ ചേട്ടൻ ഫ്രണ്ട്സും അതെ അത് ഹീറോയിൻ്റെ ഫ്രണ്ട്സാണ് 3 പേര്. അവർ ചൊല്ലോട്ട് ആഹാ ക്യൂട്ടായിട്ടുണ്ട് എൻ്റെ എൻ്റെ തേങ് എന്ന് പറഞ്ഞിട്ട് 2 പേര് കൊഞ്ചാൻ തുടങ്ങി. ജിമ്മീൻ എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ ബാക്കി ഫ്രണ്ട്സ് ഓരോ നാളെ അവർ പിടിച്ച ആക്ടറിന്ന് ഐഡലിനെ പിടിച്ച് അവർ പറയായിരുന്നു. ഹീറോയി ജങ്കുക്കിൽ വെച്ച് കണ്ണെടുക്കാതെ സെറ്റ് അടിക്കായിരുന്നു. ഇതൻ ചേട്ടാ എന്താ ഒരു ശബ്ദമില്ല, എന്താ ഇവിടെ നോക്കുന്നു, അടിപ്പാവി നോക്കാൻ പാടില്ല, അങ്ങനെ നോക്കാൻ കാല ഏയ് നിനക്ക് മാരേജ് ആയ ഞാൻ എന്ത് ചെയ്യാ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ചേട്ടൻ കണ്ണു കൈയൊക്കെ ചേട്ടാ പോ ചേട്ടാ ഞാൻ നോക്കാം എന്ന് പറയായിരുന്നു.